അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 27-ന്, വോട്ടെണ്ണൽ ജൂൺ 30-ന് നടക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വിശദാംശങ്ങളുമായി ബിജേഷ് നടുവിൽ ചേരുന്നു. ദില്ലിയിൽ നിന്നും ബിജേഷ് പറയും. 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ അരുവിക്കരയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. അത് ജൂൺ 27-നാണ് നടക്കുക. ജൂൺ 3-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തുവരും. 13-10-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാറുന്ന അവസാന തീയതി. പത്രികയുടെ സൂക്ഷ്മ പരിശോധന 11-ാം തീയതി നടക്കും. അതോടൊപ്പം പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 13-നാണ്. 27-ാം തീയതി രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് 1 മണിക്കൂർ കുറവ് സമയമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത്. 30-ാം തീയതി ഇതിന്റെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. മറ്റ് 5 സംസ്ഥാനങ്ങളോടൊപ്പമാണ് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബിജേഷ് നടുവിലാണ് വിവരങ്ങൾ പങ്കുവച്ചത് ദില്ലിയിൽ നിന്നും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം കോൺഗ്രസ് ദേശീയ ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. The other thing that this government is doing, and I would like to inform you, because it is probably the most important thing. Modi ji speaks about corruption. The fact of the matter is that the most important way to find out about corruption is called the RTI, the right to information, which the Congress party had given to this country. 30% തൊഴിലവസരങ്ങൾ കുറയുന്നതിനെ സംബന്ധിച്ച് മൗനം അവലംബിക്കുന്ന ഈ സർക്കാർ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഴിമതി കഥകൾ പുറത്തു വന്നത്, ഓരോ സ്കാമുകളും വെളിവാക്കപ്പെട്ടത് ബിജെപിയുടെ നേട്ടം കൊണ്ടല്ല, മാധ്യമങ്ങളുടെ പ്രവർത്തനം കൊണ്ടല്ല. കോൺഗ്രസ് എന്ന ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന പ്രസ്ഥാനം ഇന്ത്യക്ക് വേണ്ടി കണ്ടുവച്ച വിപ്ലവകരമായ ഒരു നിയമമുണ്ട്. ഇന്ത്യയിലെ സാധാരണക്കാരനെ ശാക്തീകരിച്ച, അവന്റെ കയ്യിലേക്ക് അറിവിന്റെ ആയുധം പകർന്നു നൽകിയ വിവരാവകാശ നിയമം ഈ മണ്ണിൽ നടപ്പിലാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. Mr. Modi has not appointed the RTI Commissioner, the Information Commissioner. Mr. Modi has not appointed the Vigilance Commissioner. All the institutions that can tell this country about corruption do not have heads. They are headless. Please place those people in position and we will show you exactly where the corruption is. അഴിമതിയെ സംബന്ധിച്ച് വാദോരാണ് സംസാരിക്കുന്ന, രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അഴിമതിയാണ് എന്ന് പ്രസംഗിക്കുന്ന നരേന്ദ്രമോദിജിയോട് ചോദ്യം. അങ്ങനെയാണെങ്കിൽ അഴിമതിയെ തടയാനുള്ള ഏറ്റവും നല്ല ആയുധം റൈറ്റ് ടു ഇൻഫർമേഷൻ, അത് പാസാക്കിയ കോൺഗ്രസ് ചോദിക്കുന്നു, എവിടെ ഇന്ത്യ രാജ്യത്ത് ഒരു ഇൻഫർമേഷൻ കമ്മീഷണർ നിങ്ങൾ നിയമിച്ചിട്ടുണ്ടോ? എവിടെ ഒരു വിജിലൻസ് കമ്മീഷണർ നിയമിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആർജവുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ അവരെ നിയമിച്ചാൽ കോൺഗ്രസ് കാണിച്ചു തരാം അഴിമതിയെ അവിടെ നടക്കുന്നുണ്ട്. കോൺഗ്രസ് നിങ്ങളെ ബോധ്യപ്പെടുത്താം. What have you got in the last 1 year? You have not got jobs. Your land is being ready for acquisition. What have you got? അങ്ങനെയെങ്കിൽ ഒരു വർഷം പൂർത്തീകരിക്കുമ്പോ ഇവിടുത്തെ സാധാരണക്കാരന് ലഭിച്ചതെന്താ? ഒരു പുതിയ തൊഴിലവസരം എവിടെയും ലഭിച്ചതായി പറയപ്പെടുന്നില്ല. പിന്നെ എന്തിനാണ് രാജ്യം തയ്യാറായി നിൽക്കുന്നത്? രാജ്യം തയ്യാറായി നിൽക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഭൂമി അത് കോർപ്പറേറ്റുകളുടെ പിടിയിൽ അമരാൻ ഏതാനും ദിനങ്ങൾ മാത്രം ബാക്കിയെന്ന നിലക്ക് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണ് ഈ ഗവൺമെന്റ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന പൊതുയോഗം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു കോഴിക്കോട് നിന്നും. സിജു പറയൂ. സിജു കേൾക്കാമോ? പറയൂ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കോഴിക്കോട് കടപ്പുറത്ത് രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന് ബിജെപി എൻഡി സർക്കാരിന്റെ 1ാം വാർഷികാഘോഷമാണ്. പ്രധാനമായും രാഷ്ട്രീയമായി ഇന്ന് നടക്കുന്ന ഈ പൊതുയോഗം രാഷ്ട്രീയമായി ബിജെപി സർക്കാരിനെതിരായ ആക്രമിക്കാനാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലയളവിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാർ നടത്തിയ ജനദ്രോഹപരമായ കാര്യങ്ങളാണ് പ്രസംഗത്തിൽ ആക്രമിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, സിജു സുഗതൻ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്നും.
സലിം രാജിന്റെ കളമശ്ശേരി ഭൂമി തട്ടിപ്പിന് ഇരയായവർക്ക് ഭൂനികുതി അടയ്ക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവ്. നികുതി അടയ്ക്കുന്നത് തടഞ്ഞ മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ടി.ഒ. സൂരജിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നടപടിയെടുക്കേണ്ടത് സിവിൽ കോടതിയാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി. സൂരജിന്റെ നടപടി ചോദ്യം ചെയ്ത് ഭൂവുടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. കളമശ്ശേരി പത്തടിപ്പാലത്തെ 25 കോടി രൂപയോളം വിലമതിക്കുന്ന ഭൂമിയുടെ തണ്ടപ്പേരും പോക്കുവരവും നേരത്തെ റദ്ദാക്കിയിരുന്നു. ഒപ്പം ഈ ഭൂമി സർക്കാരിലേക്ക് നിക്ഷിപ്തമാണ് എന്ന് വ്യക്തമാക്കിയായിരുന്നു 2012 ഒക്ടോബറിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന ടി.ഒ. സൂരജ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഇതിനെതിരെ ഭൂവുടമ N.A. ഷരീഫയും മക്കളായ A.K. നാസർ, A.K. നൌഷാദ്, ഷിമിത നൌഷാദ് എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ച് പിന്നീട് സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയാക്കിയാണ് ഭൂവുടമകളിൽ നിന്ന് കരം സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. സൂരജ് നടത്തിയത് നിയമാനുസൃത നടപടികളായിരുന്നില്ല എന്ന് വിലയിരുത്തിയ കോടതി ഭൂമിയുടെ കരം സ്വീകരിക്കാൻ കണയന്നൂർ അഡീഷണൽ തഹസിൽദാറിനും തൃക്കാക്കര നോർത്ത് വില്ലേജർ ഓഫീസർക്കും നിർദ്ദേശം നൽകി. സിവിൽ കോടതിയാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നും കോടതി നിർദ്ദേശിച്ചു. തണ്ടപ്പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിൽ CBIയുടെ അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. ഈ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുൻ ഗൺമാൻ സലീം രാജും ടി.ഒ. സൂരജും പ്രതികളാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പഠിക്കാനെന്ന പേരിൽ സർക്കാർ സംഘത്തിന്റെ വിദേശയാത്ര. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതികളുടെ കാലാവധി കഴിയാനിരിക്കെയാണ് മന്ത്രി മഞ്ഞളാം കുഴിയേലിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ജർമ്മനിയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് സംഘം സന്ദർശിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരിടുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി പഠനം നടത്താനാണ് 3-അംഗ സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ചീഫ് ടൗൺ പ്ലാനർ അജയകുമാർ, ചേംബർ ഓഫ് മുനിസിപ്പൽസ് ചെയർമാൻ ജമാൽ മണക്കാട്, നഗരകാര്യ വകുപ്പ് മന്ത്രി മഞ്ഞളാം കുഴിയേലിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ജേക്കബ് പീഷോ എന്നിവരാണ് ജർമ്മനിയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 19-ന് വിദേശത്തേക്ക് പുറപ്പെട്ട സംഘം നാളെ തിരിച്ചെത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളുടെ കാലാവധി കഴിയാൻ ഇനി 6 മാസം മാത്രമാണുള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ പ്രവർത്തനങ്ങളൊന്നും നടക്കുകയുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ ചെലവിൽ 3-അംഗ സംഘത്തിന്റെ വിദേശ പര്യടനം. നേരത്തെ മന്ത്രി മഞ്ഞളാം കുഴിയേലിയും തദ്ദേശ ഭരണ വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷും ഉൾപ്പെടെ 12 പേരാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനിരുന്നത്. എന്നാൽ പിന്നീട് പ്രത്യേക സാഹചര്യത്തിൽ 3 പേരൊഴികെ മറ്റെല്ലാവരും പിന്മാറുകയായിരുന്നു. മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച് പഠിക്കാൻ നേരത്തെയും പലതവണ ഉദ്യോഗസ്ഥ സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. എന്നാൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പ്രത്യേകിച്ചൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിന്റെ 5-ാം മന്ത്രിയായി മഞ്ഞളാം കുഴിയേലി അധികാരമേൽക്കുമ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമായി നടപ്പാക്കുമെന്നായിരുന്നു പ്രധാന പ്രഖ്യാപനം. ആ വാഗ്ദാനവും വാക്കുകളിൽ ഒതുങ്ങി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ ചെന്നിത്തലയെ പിന്തുണച്ച സുധീരൻ കേസിന്റെ അന്വേഷണം സുതാര്യമാണെന്ന് സുധീരൻ പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് ചോരുന്നത് ഉചിതമല്ലെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. അന്വേഷണ വിവരങ്ങൾ പുറത്തായാൽ വിജിലൻസിന്റെ വിശ്വാസ്യത നഷ്ടമാകുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സംഭവം അന്വേഷിക്കാൻ ആഭ്യന്തര സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ ടീം മുന്നോട്ട് പോകുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ വരും. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ ശരിയാവണമെന്നില്ല, തെറ്റായിരിക്കാം. അപ്പോൾ അതങ്ങനെ മാധ്യമങ്ങളിലൂടെ ഓരോ സന്ദർഭങ്ങളിലും വരുന്നത് ഉചിതമായ ഒരു കാര്യമല്ല. പക്ഷേ ഒരു കാരണവശാലും ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു തരത്തിലും രാഷ്ട്രീയമായോ ഭരണപരമായോ ഇടപെടൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. അന്വേഷണത്തിലുള്ള കാര്യങ്ങൾ ചോരുന്നത് വിജിലൻസിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കും. തന്നെയുമല്ല, അത് നിയമവ്യവസ്ഥയോട് തന്നെ ഉള്ളൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് വിജിലൻസിൻ്റെ ക്രെഡിബിലിറ്റിക്ക് തന്നെ ആവശ്യമാണ് ഇത്തരം രേഖകൾ പുറത്തു പോകാതിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ തന്നെ ഒരു പരാതി കിട്ടിയപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് ഹോം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോകും. ബാർക്കോഴ കേസിലെ നുണപരിശോധനാ ഫലം ചോർന്നത് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ അന്വേഷിക്കില്ല. അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറി. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പ്രഖ്യാപിച്ച അന്വേഷണത്തിന് നളിനി നെറ്റോയ്ക്ക് താൽപ്പര്യമില്ലെന്നാണ് സൂചന. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു നുണപരിശോധനാ ഫലം ചോർന്നതിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത്. വകുപ്പ് സെക്രട്ടറി നളിനി നെറ്റോയ്ക്കായിരുന്നു അന്വേഷണ ചുമതല. അടിയന്തര അന്വേഷണം നടത്തുന്നതിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. അതേസമയം അന്വേഷണ ചുമതലയിൽ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ താൽപ്പര്യം കാണിച്ചില്ലെന്നാണ് വിവരം. രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നുള്ള അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിക്ക് കൈമാറാമെന്ന നിലപാടാണ് വകുപ്പ് സെക്രട്ടറി സ്വീകരിച്ചത്. തുടർന്ന് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. അതേസമയം അന്വേഷണ ചുമതല നളിനി നെറ്റോയ്ക്ക് നൽകിയിട്ടില്ലെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം. MR സജേഷ്, തിരുവനന്തപുരം. ബാർക്കോഴ കേസിലെ ദൃക്സാക്ഷി ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധനാ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന്. KM മാണിക്ക് ബാർ ഉടമകൾ പണം നൽകുന്നത് കണ്ടതായി നുണപരിശോധനാ റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു.
ബാർക്കോഴ കേസിൽ KM മാണിക്ക് കൈക്കൂലി പണം നൽകിയത് നേരിൽ കണ്ടതിന്റെ ഏക ദൃക്സാക്ഷിയായ ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധനാ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ അമ്പിളി മുമ്പ് നൽകിയ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തായ നുണപരിശോധനാ റിപ്പോർട്ട്. നുണപരിശോധനാ വേളയിൽ ചോദിച്ച 15 ചോദ്യങ്ങളിൽ 13 ചോദ്യങ്ങൾക്കും യെസ് എന്നായിരുന്നു അമ്പിളിയുടെ ഉത്തരം. പൂട്ടിയ ബാറുകൾ തുറക്കാൻ മന്ത്രിമാരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും പണം നൽകി സ്വാധീനിക്കാൻ ബാറുടമകൾ കൈക്കൊണ്ട തീരുമാനങ്ങളിലും ചർച്ചകളിലുമൊക്കെ സാക്ഷിയായിരുന്നുവെന്ന് അമ്പിളിയുടെ മൊഴിയിലുണ്ട്. 2014 ഏപ്രിൽ 1 മാണിക്ക് നൽകാൻ 35 ലക്ഷം രൂപ എണ്ണി തിട്ടപ്പെടുത്തി പിറ്റേ ദിവസം ബാർ ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധി രാജ്കുമാർ ഉണ്ണിയുമായി ചേർന്ന് KM മാണിയുടെ വീട്ടിലെത്തി പ്ലാസ്റ്റിക് ബാഗിലടങ്ങിയ പണം KM മാണിക്ക് കൈമാറുന്നത് കണ്ടുവെന്ന് അമ്പിളിയുടെ നുണപരിശോധനാ റിപ്പോർട്ടിലുണ്ട്. തുടർന്ന് ബാർ ഓണേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ നടത്തിയ നിരവധി നിർണായക ചർച്ചകളിലും അമ്പിളിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. 3 ഘട്ടങ്ങളിലായി 1 കോടി രൂപ മാണിക്ക് കൈമാറിയതായി ബിജു രമേശ് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ ആദ്യഘട്ടത്തിൽ 35 ലക്ഷം രൂപയാണ് മാണിയുടെ വീട്ടിലെത്തി നൽകിയത്. ഇത് സംബന്ധിച്ച് 164 പ്രകാരം ബിജു രമേശും മുമ്പ് മൊഴി നൽകിയിരുന്നു. ഈ മാസം 18 അമ്പിളിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. നുണപരിശോധനയുടെ ഉള്ളടക്കം പുറത്തായതോടെ ബാർക്കോഴ കേസിൽ മാണിയുടെ പങ്കിന് കൂടുതൽ വ്യക്തത കൈവന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ബാർക്കോഴ കേസിൽ ഉൾപ്പെട്ട മന്ത്രി K. ബാബുവിന് പണം കൈമാറുന്നത് നേരിൽ കണ്ട ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി മുഹമ്മദ് റസീഫും നുണപരിശോധനയ്ക്ക് സന്നദ്ധത അറിയിച്ച് വിജിലൻസ് കോടതിയെ സമീപിച്ചെങ്കിലും അപേക്ഷ കോടതി തള്ളി. അന്വേഷണ സംഘം ആവശ്യപ്പെടാതെ നുണപരിശോധന അനുവദിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. VJ മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി KM മാണി. ബാർക്കോഴ കേസിൽ ഇരട്ട നീതി ശരിയല്ലെന്ന് മാണി അഭിപ്രായപ്പെട്ടു. കേരള കോൺഗ്രസ് മുഖപത്രമായ പ്രതിച്ഛായയിലാണ് മാണി ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചത്. പ്രതിച്ഛായയുടെ പുതിയ ലക്കത്തിലാണ് ഗൂഢാലോചനയുടെ ഇരയെന്ന കവർ സ്റ്റോറിയിൽ മാണിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 25 ചോദ്യവും അതിനുള്ള മറുപടിയും അടങ്ങുന്ന മാണിക്കെതിരെ ഗൂഢാലോചന എന്ന അഭിമുഖത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണുള്ളത്. സുവർണ ജൂബിലിയിൽ എത്തിയ പാർട്ടിയുടെ ഗരിമ നശിപ്പിക്കുക, നിയമസഭയിൽ അരനൂറ്റാണ്ട് പിന്നിടുന്ന മാണിയെ രാഷ്ട്രീയമായി പ്രഹരിക്കുക, ഇതാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. FIR എടുത്തതിന്റെ യുക്തി പല നിയമജ്ഞരും ചോദ്യം ചെയ്തിട്ടും അതിനെ എതിർക്കാതിരുന്നത് പാർട്ടിക്കും മാണിക്കും അന്വേഷണത്തെ ഭയമില്ലാതിരുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. അന്വേഷണം നീളുന്നത് അനീതിയായതിനാൽ എത്രയും വേഗം FIR റദ്ദാക്കണം. ഇതേ ആരോപണത്തിൽ 3 UDF മന്ത്രിമാരുടെ പേരുകൾ കൂടി ഉൾപ്പെട്ടിരുന്നുവെങ്കിലും അവരുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ലാത്തതിൽ മാണിക്ക് അമർഷമുണ്ട്. ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ പക്ഷപാതപരമായാണ് പെരുമാറുന്നതെന്നും രണ്ടു നീതി ശരിയല്ലെന്നും പ്രതിച്ഛായയിൽ മാണി കുറ്റപ്പെടുത്തുന്നു. ഗൂഢാലോചനയിൽ UDF ഒരുമിച്ച് നിന്നു എന്ന് വിശ്വസിക്കുന്നില്ലെന്നും ചിലർ അവസരം മുതലെടുക്കാൻ ശ്രമിച്ചതായും മാണി പറയുന്നു. സംഭവത്തിൽ PC ജോർജിന്റെ ഇടപെടലുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്കുണ്ടായ സംശയം ശരിയാണെന്ന് ഇപ്പോഴത്തെ പ്രസ്താവനകൾ തെളിയിക്കുന്നതായും പ്രതിച്ഛായ പറയുന്നു. നേരത്തെ പാർട്ടിക്ക് ലഭിച്ച സൂചനകൾ ശരിവെക്കുന്ന തരത്തിലാണ് ജോർജിന്റെ ഇപ്പോഴത്തെ നീക്കമെന്നും ബാലകൃഷ്ണപിള്ളയും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നുവെന്നും പ്രതിച്ഛായ പറയുന്നു. അതിനിടെ ഏതെങ്കിലും മദ്യവ്യാപാരിയുടെ വൈരാഗ്യത്തിന് മറുപടി പറയാൻ താനില്ലെന്ന് മാണി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം, തിരുവനന്തപുരം. VS ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേരളത്തിലെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശേഷി കേരള നേതൃത്വത്തിനുണ്ടെന്നും യെച്ചൂരി ചെന്നൈയിൽ പറഞ്ഞു. വിജിലൻസ് റിപ്പോർട്ട് ചോർന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം റദ്ദാക്കണമെന്ന് VS. വിജിലൻസിൽ സമ്മർദ്ദം ചെലുത്തി മാണിയുടെ പേര് മാറ്റാനാണ് ശ്രമം നടക്കുന്നതെന്നും VS പറഞ്ഞു. ആറന്മുള വിമാനത്താവള കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസിന്റെ നടത്തിപ്പ് ഉദ്യോഗസ്ഥനെ റവന്യൂ മന്ത്രി ഇടപെട്ട് സ്ഥലം മാറ്റി. ഡെപ്യൂട്ടി കളക്ടർ ജയസിംഗിനെ കണ്ണൂർക്കാണ് സ്ഥലം മാറ്റിയത്. ഇതോടെ KGS കമ്പനിക്കെതിരെയുള്ള മിച്ചഭൂമി നടപടികൾ അവതാളത്തിലായി. ആറന്മുള വിമാനത്താവള കമ്പനിയായ KGSനെതിരെ മിച്ചഭൂമി കേസ് നടപടികളുമായി മുൻപോട്ടു പോയ പത്തനംതിട്ട ഡെപ്യൂട്ടി കളക്ടറെയാണ് റവന്യൂ മന്ത്രി നേരിട്ടിടപെട്ട് കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയത്. നിലവിൽ 107 ഏക്കർ ഭൂമി KGSന്റെ കൈവശമുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം ഹൈക്കോടതിയെ അറിയിച്ചത്. ഡെപ്യൂട്ടി കളക്ടറെ സ്ഥലം മാറ്റിയതോടെ കമ്പനിക്കെതിരായ മിച്ചഭൂമി കേസാണ് തൃശങ്കുവിലായത്. അങ്ങനെ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇന്ന കാരണത്തിലാണെന്നുള്ളത്. എനിക്ക് ആകെയുള്ളത് ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കോന്നിയടുത്തുള്ള എല്ലാ താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെയും ചെയർമാനായിരുന്നു. അതിന് ചെയർമാൻ എന്ന രീതിയിൽ ഉള്ള മിച്ചഭൂമി കേസുകൾ കൈകാര്യം ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആറന്മുളയുടെ മിച്ചഭൂമി കേസ് 28-ാം തീയതി, ഇന്നിപ്പോൾ 26-ല്ലേ, മറ്റന്നാളിലെ നമ്മൾ തീരുമാനമെടുക്കത്തക്കോലെ വെച്ചിരിക്കുമായിരുന്നു. അതിൻ്റെ ഫൈനലായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്നോട് എനിക്ക് എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതിനെ പറ്റി ആരും സൂചനയായിട്ടും തന്നിട്ടില്ല. എന്നാൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് സ്ഥലമാറ്റത്തിന് കാരണമായതെന്നാണ് സൂചന. ഡെപ്യൂട്ടി കളക്ടറെ മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ വിളിച്ചു വരുത്തി മുൻപ് ശകാരിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. ഭൂരഹിത കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ മന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ താക്കീത്.
നിലവിൽ KGS കമ്പനിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ കോടതിയലക്ഷ്യ കേസ് നേരിടുകയും ആറന്മുള വിമാനത്താവള വിരുദ്ധ ഏകോപന സമിതി കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസിൽ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥനെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സെപ്റ്റംബർ 2-ന് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശവ്യാപകമായി പണിമുടക്കും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. BJPയുടെ തൊഴിലാളി സംഘടനയായ BMS ഉൾപ്പെടെ 11 ട്രേഡ് യൂണിയനുകൾ പങ്കെടുത്ത കൺവെൻഷനിൽ വെച്ചാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. മോദി സർക്കാർ തൊഴിലാളി വിരുദ്ധ നയം തുടർന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് BMS മുന്നറിയിപ്പ് നൽകി. BMS, CATU, AATUC, INTUC ഉൾപ്പെടെ 11 കേന്ദ്ര ട്രേഡ് യൂണിയൻ പ്രതിനിധികളും വിവിധ മേഖലകളിലുള്ള ദേശീയ ഫെഡറേഷൻ നേതാക്കളുമാണ് ദില്ലിയിൽ നടന്ന കൺവെൻഷനിൽ പങ്കെടുത്തത്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭം ശക്തമാക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 2-ന് ദേശവ്യാപകമായി പണിമുടക്കും. ജൂൺ, ജൂലൈ മാസങ്ങളിൽ സംസ്ഥാന, ജില്ലാ തലത്തിലും തൊഴിലിടങ്ങളിലും സംയുക്ത പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. കേന്ദ്ര സർക്കാർ തുടരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് പണിമുടക്ക് പ്രഖ്യാപനത്തിലേക്ക് നയിച്ചതെന്ന് CATU ദേശീയ പ്രസിഡന്റ് AK പത്മനാഭൻ പറഞ്ഞു. ഒരു കൊല്ലം പൂർത്തിയായി, ഇന്ന് 2ാം കൊല്ലത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഉള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, തൊഴിൽ നിയമങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ട് കൂടുതൽ തൊഴിലാളികൾക്കെതിരായിട്ടുള്ള സർക്കാരിൻ്റെ നീക്കങ്ങൾ ശക്തിപ്പെടുകയാണ്. തൊഴിൽ നിയമ ഭേദഗതിയിൽ നിന്നും പിന്മാറുക, വിവിധ മേഖലകളിൽ വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കുക, കുറഞ്ഞ വേതനം 15,000 രൂപയാക്കുക തുടങ്ങി 12 ആവശ്യങ്ങളാണ് തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. BJP തൊഴിലാളി സംഘടനയായ BMS കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കൺവെൻഷനിൽ സംസാരിച്ചത്. ചർച്ചകൾക്കോ സംവാദങ്ങൾക്കോ തയ്യാറാകാതെ ഏകപക്ഷീയമായി നിലപാടുകൾ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയാണ് പൊതുപണിമുടക്കിലേക്ക് നയിച്ചത്. മോഡി സർക്കാർ 1ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസം തന്നെ BJPയുടെ സംഘടനയായ BMS ഉൾപ്പെടെ സമരപ്രഖ്യാപനം നടത്തിയത് സർക്കാരിന് സമ്മർദ്ദമാകും. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ സംസ്ഥാനതലത്തിൽ 1ാം റാങ്ക് നേടിയ P ഹിബയെ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ആദരിച്ചു. ഷിഫ അൽ ജസീറ ചെയർമാൻ KT മുഹമ്മദ് റബിയുല്ല ഹിബയ്ക്ക് പ്രോത്സാഹന സമ്മാനമായി 1 ലക്ഷം രൂപയും സ്റ്റെതസ്കോപ്പും പ്രഷർ മോണിറ്ററും നൽകി. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉപഹാരങ്ങൾ നൽകി. ഷിഫ അൽ ജസീറ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് KP മുഹമ്മദ് കുട്ടി, KT മുജീബ് റഹ്മാൻ, KPM സക്കീർ, U ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. പ്രമുഖ പ്രവാസി വ്യവസായിയും RP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ തലവനുമായ B രവിപിള്ള തൃശൂർ ആസ്ഥാനമായുള്ള ധനലക്ഷ്മി ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായി ചുമതലയേറ്റു. പ്രവാസി വ്യവസായികളിൽ പ്രമുഖനായ രവിപിള്ള ധനകാര്യ സേവന മേഖലയിലെ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമെന്ന സ്ഥാനം ഏറ്റെടുക്കുന്നത് ഇതാദ്യമായാണ്. ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ കേരളത്തിന്റെ സാന്നിധ്യം ഇതോടെ 5 ആയി ഉയർന്നു.